ഇതാണ് ലഡു. സാധാ ലഡു എന്നല്ല, ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ലഡുവാണിത്. സ്പെഷ്യൽ ലഡുവാണ്, അടിപൊളി ടേസ്റ്റാണ് ക്യാരറ്റ് ലഡു. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 ക്യാരറ്റാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ലഡുവിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ലഡു എടുക്കാം, ലഡു അല്ല ക്യാരറ്റ് എടുക്കാം. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ക്യാരറ്റ് ചെറുതായിട്ട് പീസായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഏലക്കായും എടുക്കാം. അത് നമുക്ക് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിയും ഇട്ടെടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ലഡുവിലേക്ക് ആഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിന് വേറെ പാത്രത്തിൽ മാറ്റാം. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് മെൽട്ടായി വരണം. ഇതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് കോൺഫ്ലവർ എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ വെള്ളത്തിൽ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ക്യാരറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലെയും ഈ കോൺഫ്ലവർ എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ബാക്കി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തിയിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തെടുക്കാം. ഗീ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗീ എല്ലാ ഭാഗത്തും ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ആഡ് ചെയ്തെടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തട്ടെ. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലഡുവിന് വേണ്ട സാധനം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് കുറച്ച് തണുത്ത് വന്നാൽ നമുക്ക് ലഡു ഉണ്ടാക്കാം. കുറച്ച് ക്യാരറ്റ് എടുത്ത് കയ്യിലിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ലഡു റെഡിയായി. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്. ഒരു അടിപൊളി ലഡുവാണിത്. കണ്ട അടിപൊളി ലഡുവല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കിസ്മിസ് ആഡ് ചെയ്യാം. കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാം താഴെപ്പോയി, മുകളിൽ വെച്ചെല്ലാം താഴെപ്പോയി, കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. അതും കൂടി വെച്ചാൽ നമുക്ക് എല്ലാ ലഡുവിലും കിസ്മിസ് അണ്ടിപ്പരിപ്പുമായി. ഇതാണ് സ്പെഷ്യൽ ക്യാരറ്റ് ലഡു. അടിപൊളി ടേസ്റ്റിന് ഒന്നും ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. കാണാൻ നല്ല കളറുണ്ട്, ടേസ്റ്റുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പ്രൊഫൈലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.